മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി വന്നു, ഞാൻ വിളിച്ചപ്പോ പൈസ ഇല്ലെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നു? അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. നീ കൊഴയാതെ പറയാൻ വല്ലതുകൊണ്ട് നേരെ പറ. അല്ല ഞാൻ ഉള്ളൊഴുക്കിലൊക്കെ വിളിച്ചിട്ട് പോയില്ലല്ലോ. എന്തുകൊണ്ട് ഏതാ വെള്ളമായിട്ടാണോ വിളിച്ചത്? എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. ഇവിടെ ഒരു ഇന്റർവ്യൂ എടുത്ത് പറ. ചെറുപ്പത്തിലെ ഒരാളോട് എന്താവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാം നമുക്ക് രമേശ് പിഷാരടിയെ പോലെ ആവണമെന്ന്. കാരണം അദ്ദേഹം എല്ലായിടത്തും ഉണ്ട്. ടിവിയിലുണ്ട്, സിനിമയിലുണ്ട്, യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈ നിട്ട് കാച്ചി. എല്ലായിടത്തും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. വേണമെങ്കിൽ തിരുത്താം. ഒറ്റ വീക്ക് വെച്ചുണ്ടല്ലോ. ഇതാണ് വലിയ ഇല്ലാത്തതും കൈ നിട്ട് കാച്ചി എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ ബെസ്റ്റ് നടന്നെ. സോറി, അതിനെന്നാ സോറി പറയുന്നത്. നിങ്ങളൊക്കെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരു വേദനിക്കുന്ന സത്യം മനസ്സിലാക്കണം. ഒരു അര ദിവസം മുഴുവൻ എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യിച്ചിട്ട് എനിക്ക് അത് ശരിക്കും രാവിലെ തീരേണ്ടതാ. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അര ദിവസത്തെ തീരുന്ന ഷൂട്ടാ, ഒരു ഫുൾ ഡേ റെന്റ് വാങ്ങിച്ചു. ശരിക്കും ജീവ സത്യം പറ, ജീവയ്ക്ക് പൈസ തന്നായിരുന്നോ? അതൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് തരും. അതെന്നാ വർത്താനം ഇടാൻ പറഞ്ഞു വെച്ചു പോയേ. എന്നിട്ടും നിനക്ക് കിട്ടിയല്ലോടാ, അത് ഭയങ്കരമായി. ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. നിന്നെ അക്ഷയ സെന്ററിൽ കൊണ്ടുവന്നേക്കുന്നതാണ്. എന്തൊരു ഒന്നും ഞങ്ങൾ ആവശ്യത്തിന് ഇവൻ ഏതാണ്ട് നമ്മളൊക്കെ കൂടെ ആധാർ പുതുക്കാൻ ഇവന്റെ അടുത്ത് വന്നതാണ് വിചാരം. പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അല്ല അജുവേട്ടാ, ഇപ്പൊ മലർവാടി നിന്നാണ് അജുവിന്റെ സ്റ്റാർട്ടിങ്, വിനീതേട്ടന്റെ കൂടെ. പറഞ്ഞ നന്നായി. ഞാൻ ഇവൻ ബാലനില് വന്നതാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് നിങ്ങൾ അതിപ്പോ താൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെമ്മീനിലൊക്കെ നോക്കി. മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. എപ്പോഴും പറയും ഇന്റർവ്യൂ സ്റ്റാർ എന്നൊക്കെ പറയും. അതിന്റെ കൂട്ടത്തിൽ പറയേണ്ടതാണ് പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി സ്റ്റാർ. പ്രൊഡ്യൂസർക്ക് ഒരു രീതിയിലുള്ള ഒരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കാറില്ല, ഒരു പ്രഷർ. ഇറങ്ങിക്കഴിയുമ്പോ ബാധ്യത ആവാറുണ്ട്. കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. പ്രീസ്റ്റിലും മമ്മൂക്കയുടെ കൂടെ, അത് കഴിഞ്ഞ ആ കൈസേഹോയിലെ ധ്യാൻ ചേട്ടന്റെ കൂടെ. എന്താണ് ആ ഒരു സിമിലാരിറ്റി? നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവൂലട്ടാ. അത്രേ ഉള്ളൂ. നമ്മളെക്കാളും എത്രയോ പടങ്ങൾ ചെയ്ത ആൾക്കാരെ. അപ്പൊ അവരെങ്ങനെയാണോ മമ്മൂട്ടിയെക്കാളും കഴിഞ്ഞു. അല്ലെങ്കിൽ നാളെ ആവട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.